മേഘാലയയിൽ മധുവിധി യാത്രക്കിടെ യുവാവിനെ ഭാര്യയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. മൃതദേഹം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മേഘാലയയിലേക്ക് യാത്ര തീരുമാനിച്ചതെന്നും പോലീസ് പറഞ്ഞു. അതേസമയം ആഭരണങ്ങൾ കൈക്കലാക്കാനെത്തിയ അക്രമി സംഘത്തോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടത് എന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ല എന്നുമാണ് സോനം കുടുംബത്തോട് പറഞ്ഞത്. രഘുവംശിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സോനം മേഘാലയയിലേക്ക് മധുവിധി യാത്ര തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. നിരവധി മലകളും കൊക്കയുമുള്ള മേഘാലയയിൽ മൃതദേഹം ഉപേക്ഷിച്ചാൽ കണ്ടെത്താനാകില്ല എന്നായിരുന്നു പ്രതികളുടെ കണക്കുകൂട്ടൽ. സോനവും സുഹൃത്തും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന് ശേഷം സോനം തന്നെ ഇരയാക്കി കാണിക്കാൻ ശ്രമിച്ചു. ഇതിനായി ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്ത സോനം തന്നെ മയക്കുമരുന്ന് നൽകി ആരോ കടത്തിക്കൊണ്ടുപോയെന്ന് വീട്ടുകാരെ വിളിച്ചറിയിച്ചു. കൊലപാതകവുമായി ബന്ധമില്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ സോനത്തിന് പോലീസ് നടപടികളെ കുറിച്ച് ധാരണയില്ലെന്നും അതിനാൽ ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും പോലീസ് പറയുന്നു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഇരുവരും കീഴടങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സോനം കുടുംബവുമായി ഫോൺ മാർഗം ബന്ധപ്പെടുന്നത്. മേഘാലയയിൽ നിന്ന് തന്നെ ആരൊക്കെയോ കടത്തിയെന്നും എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്ന് ഓർമ്മയില്ല എന്നുമാണ് പറയുന്നത്. മോഷണ സംഘത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിനിടയിലാണ് രാജ കൊല്ലപ്പെട്ടതെന്നും സോനം കുടുംബത്തോട് പറഞ്ഞു. സോനം വിളിച്ച കാര്യം സഹോദരൻ ഗോവിന്ദ് തന്നെ അറിയിച്ചിരുന്നതായി മരിച്ച രാജ രഘുവംശിയുടെ സഹോദരൻ വിപുൽ പറഞ്ഞു. സോനം എങ്ങനെ ഗാസിപൂരിലെത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും മേഘാലയ പോലീസ് തുടക്കം മുതൽ അന്വേഷണത്തിൽ ആത്മാർത്ഥത കാട്ടിയില്ലെന്നും വിപുൽ ആരോപിക്കുന്നു. സോനം കീഴടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഗോവിന്ദ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് ദാബയിലെത്തി സോനത്തെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നുവെന്നും വിപുൽ പറയുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.